ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ഒരു മസാല ദോശ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. റൂമിൻ്റെ അടുത്ത് തന്നെ. ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയോ? ആന്ധ്രാപ്രദേശിലുള്ള പെൻകൊണ്ട ഫോർട്ടിൽ. വ്യൂ കാണിച്ചു കൊടുത്ത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ബോറടിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ വെറുതെ ഓക്കെ നമുക്കൊന്ന് വണ്ടി എടുത്ത് പുറത്ത് വെറുതെ ഒന്ന് ഇറങ്ങാം. പക്ഷേ എത്തിപ്പോയതാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ പെൻകൊണ്ട ഫോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു കൊറിയൻ ഷോപ്പ് കണ്ട്. കൊറിയൻ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി. അങ്ങനെ നമ്മൾ പിസ്സ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു സാധനം വാങ്ങിച്ചു. എല്ലാം കൂടെ 1000 രൂപ ആയിട്ടുണ്ട്. ആ പിസ്സ ഇങ്ങോട്ട് വന്നേ, വിശക്കുന്നു. പിസ്സ കട്ട് ചെയ്തതാണ് ഇങ്ങനെ. ശരി, അങ്ങനെ നമ്മളിത് പിസ്സ കഴിച്ച് ചേർത്തിട്ടുണ്ട്. സോസേജ് ബഗുട്ടയോ അങ്ങനെ എന്തോ ഒരു സാധനം നോക്കാം. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരം ആയപ്പോഴത്തേന് കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഓടിയെത്തിയപ്പോഴത്തേന് വൈകുന്നേരം ആയി. അപ്പം പിസ്സ അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നമ്മൾ നേരെ ഇപ്പം വ്യൂ പോയിന്റിലേക്ക് പോകാമെന്ന്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയും പിന്നെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇതെങ്ങനെ അടിപൊളി സ്ഥലമാണ്. അത് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല റോഡാണ്. നല്ല കേവ്സിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളി സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 1 ഡേ ട്രിപ്പ് പോലെയൊക്കെ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇത് ഞാനിപ്പോൾ ഒരു പ്രതീക്ഷിക്കാതെ ഒരു വന്ന വരവാണ്. അതുകൊണ്ട് വൈകുന്നേരം എത്തി. അതുകൊണ്ട് നമുക്ക് നല്ല വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ലൈറ്റ് കുറവായതുകൊണ്ട്. അപ്പോഴേ നമ്മൾ വ്യൂ പോയിന്റിൽ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് ബാംഗ്ലൂർ